നിന്റെ ചേച്ചി കാണിച്ച ചതി, അതിന് നീ ആയിരിക്കും ജാനകി ഇനി ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത്. ദേവമംഗലത്ത് അഗ്നിദേവ് കാർത്തികേയനാണ് പറയുന്നത്. എൻ്റെ ചേച്ചി അങ്ങനൊന്നും ചെയ്യൂല. ആരെയും ചതിക്കാനൊന്നും അവൾക്ക് അറിയില്ല. പാവമല്ലടി മോളെ, പാവയ്ക്ക. എല്ലാം നീ ഇനി അറിയും, അല്ലെങ്കിൽ അറിയിക്കും ഈ അഗ്നി. എൻ്റെ അമ്മാണോ? ആ കുഞ്ഞി കിലുക്കാമ്പെട്ടിയുടെ കൊഞ്ചൽ കേട്ടപ്പോൾ അവളുടെ ഉള്ളവും ഒന്ന് നിറഞ്ഞു. അവൻ അതുവരെ നൽകിയ വേദനകൾക്ക് മുകളിൽ ഒരു മഞ്ഞു വീണ സുഖമായിരുന്നു. ആണല്ലോ, അമ്മയാണ് കേട്ടോ, എൻ്റെ വാവയുടെ അമ്മയാണേ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ എടുത്തുയർത്തി ആ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അതെ, ഇനി നമ്മൾ അറിയാൻ പോകുന്നത് ഇവരുടെ കഥയാണ്. അഗ്നിദേവ് കാർത്തികേയൻ എന്ന അഗ്നിയുടെയും അവൻ്റെ ജീവിതത്തിലേക്ക് വഴിയറിയാതെ കടന്നെത്തിയ ജാനകിയുടെയും കഥ. അവർക്ക് കൂട്ടിനായി ഒരു താരാട്ടുപാട്ടിൻ്റെ ഈണം പോലെ രുദ്രയും. പുനർവിവാഹം ഭാഗം 1. ദേവമംഗലത്തു നിന്നും 6 കാറുകളിലായി എല്ലാവരും കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ഒരു ഉത്സവത്തിനെന്ന പോലെ ആളുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാവരുടെയും കണ്ണുകൾ ആകാംക്ഷയുടെ വഴിയിലേക്കാണ്. പെണ്ണുങ്ങൾ പരസ്പരം എന്തൊക്കെയോ രഹസ്യമായി സംസാരിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകരും ഫോട്ടോഗ്രാഫേഴ്സും കൊണ്ട് അമ്പലമുറ്റം നിറയെ ആളുകളാണ്. എന്നാലും എൻ്റെ ചേച്ചി ആ സുലോചനയ്ക്ക് ഇതുപോലൊരു ഭാഗ്യം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചതാണോ? അത് തന്നെയാണ് പെണ്ണുങ്ങളെ ഞാനും ഓർക്കുന്നത്. അമ്മയ്ക്കും മകൾക്കും അല്ലെങ്കിൽ തന്നെ തലക്കനം ഇച്ചിരി കൂടുതലാണ്. ഇനി ഒട്ടും കണ്ണ് തുറക്കത്തില്ല. അത് ശരിയല്ലത് ചേച്ചി. ദേവമംഗലത്തുകാർ മൊത്തം വന്നല്ലോ ചേച്ചി. ഇവരെയൊക്കെ കാണാൻ സിനിമാ നടിമാരെ പോലുണ്ട്. എന്തോ ഒരു ഭംഗിയാ. ചേച്ചി, ഇവരാരൊക്കെയാണ്? അവർക്കരികിലേക്ക് നിന്നുകൊണ്ട് സരള ചോദിച്ചു. നമുക്ക് ദേവമംഗലം എന്ന ആ വലിയ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാം. ചേർത്തലയിൽ നിന്ന് കുറച്ചു മാറി കാണുന്ന സ്ഥലമാണ് തുറവൂർ. അവിടെ അറിയപ്പെടുന്ന ഒരു കുടുംബം ദേവമംഗലം. ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ബാലചന്ദ്രവർമ്മയുടെ തറവാട്. ബാലചന്ദ്രനും അദ്ദേഹത്തിൻ്റെ ഭാര്യ സൗദാമിനിക്കും 4 മക്കൾ. സൗദാമിനി അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 8 വർഷം കഴിഞ്ഞു കേട്ടോ. മൂത്ത മകനാണ് കാർത്തികേയൻ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ന്യൂറോ സർജനാണ് കാർത്തികേയൻ. കാർത്തികേയൻ്റെ ആദ്യ ഭാര്യ നന്ദിനി മരിച്ചിട്ടിപ്പോൾ 6 വർഷം കഴിഞ്ഞു. നന്ദിനിക്കും കാർത്തികേയനും ഒരേ ഒരു മകനാണ് അഗ്നി. ഇന്ത്യ മുഴുവൻ പടർന്നു പന്തലിച്ചു കിടക്കുന്ന വർമ്മ ഗ്രൂപ്പിൻ്റെ അധിപൻ. പക്ഷേ ജീവിതത്തിൽ അച്ഛൻ്റെ അതേ വിധി തന്നെയായിരുന്നു മകനും. അഗ്നിയുടെ എല്ലാമായിരുന്ന ശ്രേയ എന്ന അവൻ്റെ പാതി അഗ്നിയുടെ കയ്യിൽ രുദ്രയെ ഏൽപ്പിച്ച് അവളും പോയി മറിഞ്ഞു. അഗ്നിയുടെ കുട്ടിക്കുറുമ്പി, അതാണ് രുദ്ര. ഇപ്പോൾ 3 വയസ്സാകുന്നു കുറുമ്പിക്ക്. നന്ദിനി മരിച്ച് 1 വർഷം തികയുന്നതിന് മുൻപ് തന്നെ കാർത്തികേയൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചു. അതും തൻ്റെ അസിസ്റ്റൻ്റായ ഡോക്ടർ ഹേമയെ. ഡോക്ടർ ഹേമയ്ക്കും ആദ്യ ബന്ധത്തിൽ ഒരു മകളുണ്ട്, സംയുക്ത. ഇപ്പോൾ MBBS സെക്കൻഡ് ഇയറിന് പഠിക്കുന്നു. രണ്ടാമത്തെ മകനാണ് ACP വിഘ്നേഷ്. അദ്ദേഹം ഇപ്പോഴും ക്രോണിക് ബാച്ചിലറായി തന്നെ നടക്കുകയാണ്. വിവാഹ ജീവിതം ഔദ്യോഗിക ജീവിതത്തിന് ഒരു പാരയാകും എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ഇനി മൂന്നാമത്തെ മകൻ ശിവനന്ദൻ. മലയാളക്കര മുഴുവൻ അറിയപ്പെടുന്ന ഒരു സിനിമാ സംവിധായകനാണ് അദ്ദേഹം. അതും ആക്ഷൻ സിനിമകൾ മാത്രം എടുക്കുന്ന സംവിധായകൻ. ശിവൻ്റെ ഭാര്യ ഡയാന. ജീവിതത്തിലും ആക്ഷൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ശിവൻ വിവാഹവും അങ്ങനെ തന്നെയാണ് നടത്തിയത്. ഇരുവർക്കും ഒരു മകളാണുള്ളത്. അതും നല്ല മരം കയറി മറിയ പൂജ. ഇപ്പോൾ +2 പഠിക്കുന്നു. 3 ആൺമക്കൾക്ക് ശേഷം ഒരൊറ്റ പെൺകുട്ടിയാണുള്ളത്. അതായത് 3 ആങ്ങളമാർക്ക് കൂടെ ഒരൊറ്റ പെങ്ങൾ. അതാണ് ദേവിക. ദേവികയും ഭർത്താവും കുടുംബ വീട്ടിൽ തന്നെയാണ് താമസം. അവർക്ക് 2 മക്കളാണ്, ഇരട്ടക്കുട്ടികളായ പരട്ടകൾ. കൃഷ്ണയും കൃഷ്ണേന്ദുവും. 2 പേരും ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്നു. ആ പെണ്ണിൻ്റെ പേടിച്ച പേടമാനെ പോലുള്ള കണ്ണുകളും അതിലെ ഭയവും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കല്യാണത്തിന് വന്നിരുന്ന പെണ്ണുങ്ങൾ തമ്മിൽ പലതും സംസാരിച്ചു തുടങ്ങിയെങ്കിലും ആരുടെയും ശബ്ദം അവിടെ ഉയർന്നില്ല. അതിൻ്റെ കാരണം ദേവമംഗലത്തെ കല്യാണമാണ്. ദേവമംഗലത്ത് നിന്ന് വന്നവരാരും ഒന്നും സംസാരിക്കുന്നുമില്ല. ആരെയും നോക്കി നിൽക്കാതെ സമയം അതിൻ്റെ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. മുഹൂർത്തമെത്തി. ആ അമ്പലത്തിൽ കുടികൊള്ളുന്ന ദേവിയെയും അവിടെ കുടിയിരിക്കുന്ന ദൈവങ്ങളെയും ആളുകളെയും സാക്ഷിയാക്കി അഗ്നിയുടെ താലി അവളുടെ കഴുത്തിലേക്ക് മുറുകി. അപ്പോഴും അവനെ മുഖമുയർത്തി നോക്കാനുള്ള ധൈര്യം പോലും
ഇല്ലാതെ ഇല്ലാതെ കണ്ണുകളടച്ച് തല താഴ്ത്തി തന്നെ നിൽക്കുകയായിരുന്നു അവൾ. എല്ലാവരുടെയും സാക്ഷിയാക്കി തൻ്റെ വിരലുകളാൽ അവളുടെ സീമന്തരേഖയിലേക്ക് ചുവപ്പ് വർണ്ണം അണിയിച്ചു അവൻ. ആ ചുവപ്പിന് അവളുടെ കണ്ണുനീരിൻ്റെയും അവൻ്റെ പകയുടെയും നിറമുണ്ടെന്ന് ആരും അറിഞ്ഞില്ല. അവളുടെ വലതു കൈയിൽ പിടിച്ച് കൈ ചേർത്ത് അമ്പലത്തിന് വലം വെക്കുമ്പോഴും ഒരു അറവുമാടിനെ കൊണ്ടുപോകുന്ന ലാഘവത്തോടെയാണ് അവൻ നടന്നു നീക്കിയത്. കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും അവയെ തുടച്ചു നീക്കിക്കൊണ്ട് അവൻ്റെ ഒപ്പം ഒന്നും മിണ്ടാതെ അവളും നടന്നു, ഒരു പാവയെ പോലെ. ഇടയ്ക്കിടയ്ക്ക് ആ നോട്ടം തൻ്റെ അമ്മയിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഒന്നും പറയാനോ ചെയ്യാനോ ഇല്ലാത്തവളെപ്പോലെ സുലോചനയും അവിടെ നിന്നു. അല്ല, താൻ എന്തെങ്കിലും മിണ്ടിയാൽ ശവമായിരിക്കും വീഴുക എന്ന് അവർക്കും അറിയാമായിരുന്നു. എല്ലാവരും അങ്ങനെ നിന്നപ്പോൾ കല്യാണത്തിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ആളുകൾ ഭക്ഷണം കഴിക്കാനായി അമ്പലത്തിന് അടുത്തുള്ള ഊട്ടുപുരയിലേക്ക് പോയി. അഗ്നി അവളുടെ കയ്യിൽ നിന്ന് വിട്ടിട്ട് മോളെ തൻ്റെ കയ്യിലേക്ക് വാങ്ങി. അവിടെ മണ്ഡപത്തിൽ ഇപ്പോൾ ദേവമംഗലത്തുകാരും കല്യാണപ്പെണ്ണും സുലോചനയും മാത്രമായി. എന്താ അഗ്നി ഇവിടെ നടക്കുന്നത്? ഈ നാടകത്തിൻ്റെയൊക്കെ അർത്ഥം? ഞങ്ങളെയൊക്കെ പൊട്ടനാണ് കളിപ്പിക്കാൻ നോക്കരുത് നീ ഒത്തിരി. മുത്തശ്ശ, ഇവളും ഇവളുടെ വീട്ടുകാരുമാണ് നമ്മളെ നാണം കെടുത്താൻ നോക്കിയത്. മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തികേയൻ്റെ ശബ്ദം അവിടെ ഉയർന്നു. അതും കൂടെ ആയപ്പോൾ ആ കുഞ്ഞിപ്പെണ്ണിൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. എന്താ നീ കേട്ടില്ലേ അഗ്നി? അല്ലാത്തപ്പോൾ നാക്കങ്ങ് കിടക്കുകയായിരുന്നല്ലോ നിനക്ക്. കൂടുതൽ ആർക്കും മനസ്സിലാക്കി കൂടുതലൊന്നുമില്ല. ഇത് ജാനകി, ജിയയുടെ സിസ്റ്ററാണ്. ഇവളുടെ ചേച്ചി ഇന്ന് വെളുപ്പിനെ ഒന്ന് ഒളിച്ചോടിപ്പോയി. എനിക്ക് നാണം കെടാൻ വയ്യ, അതുകൊണ്ട് ഇവളെ കെട്ടി. എന്താണേലും ഒരു ഭാര്യ വേണം, എൻ്റെ മകൾക്ക് അമ്മയും. അപ്പോൾ ഇവളെങ്കിൽ ഇവൾ. ആ കൊച്ചു പോയെങ്കിൽ നിന്റെ തനി സ്വഭാവം അറിഞ്ഞിട്ടാകും. ആദ്യ ഭാര്യ മരിച്ചതാണോ കൊന്നതാണോ എന്ന് ഇന്നും ആർക്കും അറിയില്ല. എല്ലാവർക്കും അതിലൊത്തിരി സംശയമൊക്കെ ഉണ്ട്. നിർത്തിക്കോണം തള്ളേ നിങ്ങളുടെ ഈ സംസാരം. എൻ്റെ അച്ഛൻ്റെ രണ്ടാം ഭാര്യയാണെങ്കിൽ അച്ഛൻ്റെ കാര്യം നോക്കിക്കോണം. അല്ലാതെ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വന്നാൽ നിങ്ങൾ ശരിക്കറിയും ഈ അഗ്നി ആരാണെന്ന്. പിന്നെ എൻ്റെ ഭാര്യയെക്കുറിച്ച് പറയാൻ നിങ്ങൾക്കൊരു യോഗ്യതയുമില്ല. അവൾ ദേവതയാണ്. ഇതെല്ലാം കേൾക്കുമ്പോഴും തല കുനിച്ച് നിൽക്കാൻ മാത്രമേ ജാനകിക്ക് കഴിഞ്ഞുള്ളൂ. കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. തൻ്റെ ചേച്ചി എന്തിനായിരിക്കും ഇത്രയും വലിയ ഒരു ചതി ചെയ്തു എന്ന് ഇപ്പോഴും അവൾക്കറിയില്ല. എന്നതാ മോളെ ഞങ്ങൾ ഈ കേൾക്കുന്നത്? ഞങ്ങൾ ഈ അറിഞ്ഞതെല്ലാം സത്യം തന്നെയാണോ? അത് സത്യമായും എനിക്കൊന്നും അറിയില്ല. ഞാനും അമ്മയും ഒന്നും അറിഞ്ഞതും അല്ല. ജാനകി കണ്ണീരോടെ കൈകൾ കൂപ്പി പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും മുൻപിൽ നിന്നു. നിന്റെ ഈ കള്ളക്കണ്ണീര് കണ്ട് മനസ്സലിയാനായിട്ട് ഇവിടെ ആരുമില്ല. പിന്നെ എൻ്റെ അടുത്ത് നിന്റെ ഈ അഭിനയമൊന്നും നടക്കത്തില്ല. നിന്റെ ചേച്ചി ഇതിനേക്കാളും വലിയ അഭിനയങ്ങളാണ് എൻ്റെ മുന്നിൽ നടത്തിയത്. അതൊക്കെ നിനക്ക് ഞാൻ നല്ല വിശദമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അഗ്നി, നീ വെറുതെ ആ കുട്ടിയെ പീഡിപ്പിക്കാതെ. ഇപ്പോൾ തന്നെ അത് വല്ലാതെ പേടിച്ചിട്ടുണ്ട്. അതിനെ ഇനി കൂടുതൽ അങ്ങോട്ട് ഇതൊക്കെ ഇവളുടെയും ഇവളുടെ അമ്മയുടെയും ഒക്കെ അഭിനയമാണ് മുത്തശ്ശ. അതിലൊന്നും ഈ അഗ്നിയുടെ മനസ്സ് ഇളകാൻ പോകുന്നില്ല. എന്നോട് കാണിച്ച ചതിക്കുള്ളത് ഇവൾ അനുഭവിക്കും. ഇല്ലെങ്കിൽ അനുഭവിപ്പിക്കും ഞാൻ ഇവളെ. അവൻ അത് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ അവൾ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. തന്നെ ചുട്ടു ചാമ്പലാക്കാനുള്ള അഗ്നി ആണ് അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നതെന്ന് പോലും അവൾക്ക് തോന്നി. മതി, കുടുംബത്തിൻ്റെ സൽപ്പേര് കളയാൻ ആരും ഇനി ഒന്നും നോക്കണ്ട. ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും വന്ന് സദ്യ കഴിക്കാൻ നോക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഊട്ടുപുര ലക്ഷ്യമാക്കി നടന്നു. അതിന് പുറകെ തന്നെ കുടുംബക്കാരെല്ലാം നടന്നു തുടങ്ങി. ഏറ്റവും അവസാനം അഗ്നിയും ജാനകിയും സുലോചനയും മാത്രമായി അവിടെ. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളും നിങ്ങളുടെ മൂത്ത മകളും കൂടി എന്നോട് ചെയ്ത ചതിക്ക് ഇവൾ അനുഭവിക്കും എൻ്റെ വീട്ടിൽ. ഇനി നിങ്ങളാരും മകളാണ് സഹോദരിയാണ് എന്ന് പറഞ്ഞ് ഇവളെ അന്വേഷിച്ച് എൻ്റെ വീട്ടിലേക്ക് വരാൻ പാടില്ല. ഇന്നു മുതൽ എൻ്റെയും എൻ്റെ മോളുടെയും വെറുമൊരു അടിമ മാത്രമായിരിക്കും ഇവൾ. ദേവമംഗലത്ത് വെറുമൊരു അടിമ. അതിനപ്പുറത്ത് ഒരു സ്ഥാനവും ഇവൾക്ക് എൻ്റെ ജീവിതത്തിലോ എൻ്റെ കുടുംബത്തിലോ ഉണ്ടായിരിക്കില്ല. അങ്ങനെയൊന്നും പറയരുതേ മോനെ. സുലോചനയും അത്രയും പറഞ്ഞപ്പോൾ തന്നെ അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയവൻ, ഇനി ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ എന്നെ മോനെ എന്ന് വിളിച്ചാൽ പിന്നെ സംസാരിക്കാൻ നിങ്ങൾക്ക് നാവുണ്ടായിരിക്കില്ല. അത് സാറേ, ഞാനും എൻ്റെ കുഞ്ഞും ഒന്നും അറിഞ്ഞിട്ടില്ല. ആ എരണം കെട്ടവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. എൻ്റെ മോള് പാവം കുഞ്ഞാ അത്. അവളെ ഒന്നും ചെയ്യല്ലേ. അതിന് 18 വയസ്സ് തികഞ്ഞിട്ട് 3 ദിവസം കഷ്ടിയായിട്ടേ ഉള്ളൂ.
അതിനെ ഉപദ്രവിക്കരുത്. അതിനൊരു ജീവിതമുണ്ട്, അതെങ്കിലും പാഴാക്കാതെ. ഇവളുടെ ജീവിതം എൻ്റെ വീട്ടിൽ ഒരു ദാസിയെ പോലെ അങ്ങ് തീരും. അവൾ അനുഭവിക്കട്ടെ, അത്രയും പറഞ്ഞ് ആരെയും നോക്കാതെ അവൻ മുന്നോട്ട് നടന്നു. അപ്പോഴും ഒന്നും പറയാതെ ശില പോലെ നിൽക്കുന്നവളെ അവനൊന്ന് നോക്കി. എടീ എടി മോളെ, നീ അവിടെ ആരെ നോക്കി നിൽക്കുകയാണ്? അവരുമായുള്ള നിന്റെ സകല ബന്ധങ്ങളും തീർന്നു. വരാൻ നോക്കടി ഇങ്ങോട്ട്. അമ്പലമുറ്റം ആണെന്ന് പോലും നോക്കാതെ വിളിച്ചു പറയുന്നവനെ അവൾ ദയനീയമായി ഒന്ന് നോക്കി. പിന്നെ കണ്ണീരോടെ അവന് പുറകെ നടന്നു. സുലോചനയ്ക്ക് ഇതെല്ലാം കണ്ടു നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. എന്നാലും ജിയ ഇതുപോലൊരു ചതി അവരും ഓർത്തിരുന്നില്ല ഒരിക്കലും. എൻ്റെ ജിയ, നീ ഇതെന്താലോചിച്ചുകൊണ്ടിരിക്കുവോ പെണ്ണെ? എത്ര നാളുകളായി നമ്മൾ ആഗ്രഹിക്കുന്ന നിമിഷമാണിത്. അതൊക്കെ ശരിയാ വിച്ചു. എന്നാലും അവിടെ അമ്മയും അവളും നിനക്കറിയാവുന്നതല്ലേ ആ സാറിൻ്റെ സ്വഭാവം. ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ഓർത്തിട്ട്. അയാൾ കൂടുതലായി എന്തു കാണിക്കാൻ വേണ്ടിയിട്ട്? അയാളെ നിനക്ക് തന്ന കാശിൻ്റെ കാര്യത്തിലോ? അയാൾ നിന്നോട് വെച്ച എഗ്രിമെൻറ്റ് ഒന്നും മറ്റാർക്കും അറിയത്തില്ല എൻ്റെ പെണ്ണെ. അതൊന്നും അയാൾ വലിയ പ്രശ്നമുണ്ടാക്കാൻ പോവുന്നുമില്ല. പിന്നെ എന്നാത്തിനാണ് നീ ഇങ്ങനെ ടെൻഷനാവുന്നത്? അവൻ അതൊക്കെ പറയുമ്പോഴും അവളിൽ ടെൻഷൻ തന്നെയായിരുന്നു. കാരണം 2 വർഷമായി താൻ കാണുന്ന അഗ്നിസാറിൻ്റെ ദേഷ്യവും വാശിയും. ചതി അതൊരിക്കലും അദ്ദേഹം വാഴിക്കില്ല. താൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ചെറിയ ചതിയൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ അമ്പലമുറ്റത്ത് നിരന്ന സമയത്താണ് താൻ. അത് ഓർത്തപ്പോൾ തന്നെ അവളുടെ ശരീരം ഒന്ന് വിറച്ചു. കാരണം അഗ്നിയുടെ ദേഷ്യവും അവനെ ആരെയും കൊല്ലാനും തിന്നാനും ഭയമില്ലാത്ത മനസ്സും അതെല്ലാം അവൾക്കറിയാമായിരുന്നു. വിഷ്ണു നേരെ പോയി TV ഓൺ ചെയ്തു. അതിൽ അന്നേരം നിറഞ്ഞിരുന്ന ഫോട്ടോസ് അവനെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ജിയ, നീ ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കിയേ, ഈ ന്യൂസ് ഒന്ന് നോക്കിയേ. അവൻ്റെ ശബ്ദത്തിലെ ഭാവവ്യത്യാസം കേട്ടപ്പോഴാണ് ഒരു ഞെട്ടലോടെ അവൾ വേഗം അവിടേക്ക് നടന്നു. കണിച്ചുകുളങ്ങര അമ്പലത്തിൽ ഒരു ചെറിയ ചടങ്ങായാണ് ദേവമംഗലത്തെ ഇളമുറ തമ്പുരാൻ ദേവ് ഗ്രൂപ്പിൻ്റെ അധിപൻ അഗ്നിദേവ് കാർത്തികേയൻ വിവാഹം നടന്നത്. അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഒരു സാധാരണ എംപ്ലോയിയായ ജിയയുടെ സഹോദരി ജാനകിയാണ് വധു. കോടീശ്വരനായ അഗ്നിദേവ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു മിഡിൽ ക്ലാസ്സുകാരിയെ, സാധാരണക്കാരായ ഒരു പെൺകുട്ടി. അതും 1 രൂപ പോലും സ്ത്രീധനം വാങ്ങാതെ. കുടുംബക്കാർ മാത്രമുള്ള ഒരു ചെറിയ ചടങ്ങ്. ഇപ്പോൾ നിന്റെ ടെൻഷനെല്ലാം പോയല്ലോ അല്ലേ ജിയ? ഇനിയെങ്കിലും ഒന്ന് കൂളാവാൻ നോക്ക്. എന്നാലും അവളെ എങ്ങനെ വിവാഹം കഴിച്ചു എന്ന്? അതെങ്ങനെയായാലും നിനക്കെന്താ? നിനക്ക് അവളോട് ഒരു സ്നേഹവുമില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. പിന്നെ ഇപ്പോൾ കൂടുതൽ ആലോചിച്ച് നിൽക്കാതെ നമുക്ക് നമ്മുടെ ലൈഫ് അങ്ങ് തുടങ്ങിയാലോ? എൻ്റെ വിച്ചു, ഈ പട്ടപ്പകലോ? രാത്രി പോരെ? അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ബെഡിൻ്റെ അടുത്തേക്ക് നടന്നു.